കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ 11ാം ദിവസവും തുടരുകയാണ്. എന്നാൽ ദൗത്യത്തിന് പ്രതിസന്ധിയായിരിക്കുന്നത് കാലാവസ്ഥയാണ്. ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നതിനൊപ്പം ഇടവിട്ട് ശക്തമായ മഴയും പെയ്യുന്നതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ ഒരു യോഗം ഇപ്പൊ നിർണായകമായിട്ടുള്ള യോഗം ആരംഭിച്ചിരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും ജില്ലാ ഭരണകൂടവുമായിട്ടുള്ള ആ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി നേരത്തെ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയ കാര്യം അതെ, നേവി അതിൻ്റെ ഡൈവർമാർക്ക് വെള്ളത്തിൽ ചാടി പരിശോധിക്കുന്നതിൻ്റെ ചില ക്രൈറ്റീരിയ അത് ഒരു തരത്തിൽ സാധിക്കാത്ത ചില സ്ഥിതികൾ പറയുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾ ചിലരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ്, അവരുടെ നിലപാടെന്താണ് എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യും. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ആ നിലപാട് അറിയിക്കുന്നതായിരിക്കും. ഇവിടുന്നുള്ള ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്? ജില്ലാ കലക്ടർ, അതുപോലെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ടാകും. കോഴിക്കോട്ട് MP, കോഴിക്കോട്ട് നിന്നുള്ള 2 MLA മാർ, അഡ്വക്കേറ്റ് സച്ചിൻ ദേവ്, ലിൻഡോ, അത് അവരെത്തിയിട്ടുണ്ട്. നമ്മുടെ മഞ്ചേശ്വരം MLA അഷ്റഫ്, കോഴിക്കോട്ട് MP ശ്രീ MK രാഘവൻ, അവരുൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ ചർച്ച ചെയ്യും. അപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില പ്രയാസങ്ങൾ ഇതിനകം തന്നെ അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും ദൗത്യസംഘം പിറകോട്ട് പോകരുത് എന്നുള്ള നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ അറിയിക്കും. എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നാണ്. ഇപ്പോൾ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ വീട്ടിലും അവിടെയും പരിസരവാസികളും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചില ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. അപ്പം അത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ ചർച്ചയിലൂടെ ചെയ്തത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് കാണാം. ശരി. KV ബൈജുവിലേക്ക്. ബൈജു, രക്ഷാദൗത്യം ഇപ്പോഴും ഈ അവസാന മണിക്കൂറിലും പുരോഗമിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നു? ഏത് രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ രക്ഷാദൗത്യം നടക്കുന്നത് ബൈജു? ടോമെ, ഈ രക്ഷാദൗത്യം തുടരണമെന്ന് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏതായാലും പ്രതികൂല കാലാവസ്ഥയുണ്ട്. മുങ്ങൽ വിദഗ്ധർക്ക് ഇത്തരത്തിൽ പരിശോധന നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അതിന് സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏതായാലും ഈ യോഗത്തിന് ശേഷം അദ്ദേഹം വീണ്ടും മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി, ഇനി എന്താണ് തീരുമാനമെന്നൊക്കെ അതിനുശേഷം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കൃത്യമായി ഈ അർജുൻ യാത്ര ചെയ്ത ഈ ലോറിയുടെ ലൊക്കേഷൻ കിട്ടാനുണ്ട്. ആ ലോറി ഏത് രീതിയിലാണ് അവിടെ കിടക്കുന്നതെന്ന് അറിയാനുണ്ട്. ആ ഒരു പരിശോധന നടത്തുന്നത്. മറ്റൊന്ന് പ്രധാനമായും ഇതിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതാണ്. ഇന്നലെ നടത്തിയ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. അത് വീണ്ടും ഇന്ന് പരിശോധന നടത്തി ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തും. അതാണ് ഇതിൽ ഏറ്റവും നിർണായകം. അത് ആ പരിശോധനയുടെയും നമുക്ക് ഒരു മണിക്കൂറിനകം തന്നെ അതിന്റെ വിവരങ്ങളും നമുക്ക് അറിയാൻ സാധിക്കും. നിർണായകമായ വിവരമായിരിക്കും അത്. കാരണം ഇതിനകത്ത് അർജുനുണ്ടോ അത് കണ്ടെത്താൻ ഈ ഡ്രോണിന് ഇന്ന് നടത്തിയ ഡ്രോൺ പരിശോധനയിൽ സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണൻ എന്ന് പറയുന്ന അവിടെ ഈ മണ്ണിടിച്ചിൽ മരണപ്പെട്ട ആ കടയുടെ പരിസരത്തും ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണ് നീക്കുന്നതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 4 ഹിറ്റാച്ചി, അതുപോലെ തന്നെ ബൂം മെഷീൻ, 2 ബൂം മെഷീൻ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ പുഴയിൽ നിന്നും ഉൾപ്പെടെയുള്ള മണ്ണ് പുറത്തേക്ക് മാറ്റുന്നത്. ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ ഏതെങ്കിലും വസ്തുക്കളോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടെത്താൻ കൂടിയാണ് ആ പരിശോധന. ഇനിയിപ്പോൾ ഈ ക്യാബിൻ പരിശോധിച്ച് അതിൽ അർജുൻ ഇല്ലെങ്കിൽ ഇനി മറ്റെന്ത് മാർഗം, ഈ കടയുടെ പരിസരത്ത് ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിൽ ചായ കുടിക്കാനോ മറ്റോ പോയ സമയത്ത് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. അതിനാണ് ആ രീതിയിലുള്ളൊരു പരിശോധന. ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. മറ്റു രക്ഷാദൗത്യം ഏറെ പരമാവധി മനുഷ്യസാധ്യമായതെല്ലാം അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസും സ്ഥലത്തെത്തിയിരിക്കുന്നു.
ബൈജു, നേരത്തെ മാധ്യമങ്ങൾക്കൊരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നതെന്ന കാര്യം കൃത്യമായി പ്രേക്ഷകരിലെത്തിക്കാൻ, ദൃശ്യങ്ങൾ സഹിതം പ്രേക്ഷകരിലെത്തിക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ വിലക്ക് മാധ്യമങ്ങൾ, കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളെ അവിടേക്ക് ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുള്ള വിലക്ക് നീങ്ങിയിട്ടുണ്ടോ ബൈജു? അല്പസമയം മുമ്പാണ് ടോമെ നമുക്ക് ആ ദുരന്ത ഭൂമിയിൽ എത്താൻ സാധിച്ചത്. എല്ലാ മാധ്യമ പ്രവർത്തകരെയും ആ തരത്തിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ അനുവദിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ കണ്ട കാഴ്ചയാണ് ഈ ഡ്രോൺ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുന്നതും അതുപോലെ തന്നെ ഈ കട കേന്ദ്രീകരിച്ച് മണ്ണ് വാരുന്നതുമൊക്കെ. ഏതായാലും ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നമ്മൾ അവിടെ പോകുമ്പോഴും കണ്ടത്. പ്രതികൂലമായ കാലാവസ്ഥയിലും നേവിയുടെയും അതുപോലെ തന്നെ NDRF സംഘം പുഴയിൽ തിരച്ചിൽ നടത്തുന്നതും ഇത്തരത്തിൽ തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോഴും ആശങ്കയുള്ളൊരു കാര്യം, ഈ തിരച്ചിൽ ഏതായാലും താൽക്കാലികമായി നിർത്തിവെക്കാൻ അങ്ങനെ ഏതെങ്കിലും തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടോ എന്നതാണ്. ആ ഒരു നിരാശയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി പ്രതിഫലിക്കുന്നത്. ഏതായാലും അർജുന്റെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാത്തിരിക്കുകയാണ്. അർജുനെ എപ്പോൾ കിട്ടും എന്നത് സംബന്ധിച്ച് ആ ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ് ഇപ്പോൾ തുടരുന്നതും. ബൈജുലേക്ക് എത്താം. ഇപ്പോഴും അർജുന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. അർജുന്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ഈ ശിവൂരിലെത്തിയിട്ടുണ്ട്. അവർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. ഇപ്പോൾ നമ്മൾ ലോറി കണ്ടെത്തിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അർജുനുണ്ടോ ഇല്ലേ എന്നുള്ളൊരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലോറി എടുത്തിട്ട് അല്ലെ ലോറിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുമോ നമുക്ക് ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ അവൻ അതിന് മുമ്പേ എവിടെയെങ്കിലും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ എല്ലാവർക്കും ഉണ്ട്. പോകുന്നതിൻ്റെ ഒരു 1-2 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ ഇരിക്കുന്ന ഷെഡാണ്, CITUവിൻ്റെ ഷെഡാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരിക്കുക ചെയ്യുക, ഹോട്ടലില്ലാത്ത സമയമാണ്. അപ്പോൾ അന്ന് ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് പോയതാണ്. എനിക്ക് തോന്നുന്നത് പോകുന്നതിൻ്റെ ഒരാഴ്ച 1.5 മുമ്പായിരുന്നു ആ സംഭവം. നമ്മുടെ നാടിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ നമ്മുടെ സഹോദരന് വേണ്ടിയിട്ടുള്ള ഒരു തീരാ വിഷമം ഉണ്ട്. ഇങ്ങനെ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നീണ്ടുപോയാൽ വളരെ സങ്കടമുണ്ട്. അപ്പം നമുക്കുള്ള ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവൻ ഗംഗാവലി പുഴയിലുണ്ടെങ്കിൽ തന്നെ വണ്ടീന്റെ ഗ്ലാസ് ചാടിപ്പോയിട്ട് അവൻ അതിലുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഗ്ലാസ് മിസ്സിങ് വരുമല്ലോ ഇത്രയും വലിയൊരു വീഴ്ചയിൽ. ഗ്ലാസ് മിസ്സിങ് ഉണ്ടെങ്കിൽ ചിലപ്പം ചാടി പുറത്തേക്ക് പോയി പോകും. അതാണിപ്പോൾ ഇത്. പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്തെന്ന് പറഞ്ഞാലാണ് നമുക്ക് ആകെ ഡൗട്ട്. ഇത്ര പുഴയിലുള്ളൊരു മൊബൈൽ 4 ദിവസം കഴിഞ്ഞിട്ട് റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ഡൗട്ട്. നമ്മൾ ഓരോ ദിവസവും ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനസ്സിനാകെ സമാധാനം ഇല്ലാതാവുകയാണ്. ഇന്ന് കിട്ടുമെന്നുള്ള ആകെ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തെങ്കിലും ഒന്നാവുമായിരിക്കും. എനിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ നാടൊന്നാകെ രാവിലെ ആകുമ്പോൾ ഇന്നും ഇവിടെ നാട്ടിലുള്ള സമയത്ത് ചെറുതിനെയും കൊണ്ടിട്ട് ഇതായി പീടികയിൽ വരും. നമ്മളോടൊക്കെ വർത്തമാനം പറഞ്ഞ് ചെറുതിനെയും കൊണ്ട് പോകണതാണ്. ഇന്ന് എന്തെങ്കിലും ഒന്നാവുന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇവിടെ തന്നെയാനോ ഇവിടുത്തെ വണ്ടിയിലുണ്ടേനി. പിന്നെ ഇവിടെ സൈഡാക്കും. ഇവിടെ തന്നെ എല്ലാവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു മാനം. ചെറിയ വണ്ടി ഓടിച്ചത് ഇവിടുത്തെ ഒരു സിമെന്റിന്റെ പീടിയുണ്ടായിരുന്നു. അവിടുത്തെ ഡ്രൈവറായിട്ട് കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറിയിലേക്ക് ഇങ്ങനെ പോകുന്നത്. എല്ലാവരായിട്ടും ഒരാൾക്കും അവനെ പറ്റിയിട്ടൊന്നും മോശമായി പറയാനുണ്ടാവില്ല. എല്ലാവരായിട്ട് എപ്പോഴും ചിരിച്ചും കൊണ്ട് നാട്ടിലെന്താവശ്യം ഉണ്ടെച്ചാൽ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. പ്രളയം വന്ന സമയമായപ്പോഴും ഒക്കെ കൂട്ടത്തിലുണ്ടായിനി. നിപ്പ വന്നപ്പോൾ ഉണ്ടായിനി. അപ്പോൾ ഇങ്ങനെ എല്ലാ സഹായം ചെയ്ത് നടക്കുന്ന എല്ലാ വീടുകളായിട്ടോന് അടുത്ത ബന്ധമാണ്. സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് അവൻ സാധനം വാങ്ങല്. അവൻ മകനായിട്ട് വരും. ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇവിടെ നിന്ന് വാങ്ങിപ്പോകും. വണ്ടി സൈഡാക്കല് അവിടെയാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് വന്നതിനെ കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് അവൻ വണ്ടി മാറ്റിയിട്ടാണ് പാർക്ക് ചെയ്യല്. പണ്ട് തന്നെ ഉള്ള പരിചയമാണ് അവന്. നമ്മുടെ ഒരു 3-4 കൊല്ലം മുന്നേ DYFIന്റെ ഒരു മേഖലാ സെക്രട്ടറി കൂടിയൊക്കെ ആയിരുന്നു. ഞങ്ങളിതിപ്പോൾ മൊബൈലിൽ എല്ലാ ന്യൂസും ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ കാണുന്നു. നമുക്കിപ്പോൾ ഒന്നും ഇപ്പോൾ ചെയ്യാനൊന്നും കഴിയൂലല്ലോ. ഇവിടെ നിന്നും കൊണ്ടൊന്നും ഇപ്പോൾ അതിനുള്ള ഒരു ഇതില്ല. പക്ഷെ വളരെയധികം വിഷമമുണ്ട് ഈ കാര്യത്തിൽ. രാത്രി മുളൊക്കെ കിടന്നുറങ്ങുമ്പോഴും അവനെ തന്നെ മനസ്സിൽ വരുന്നു. അവൻ്റെ കുട്ടിയും ഇതൊക്കെ. ഇവിടുത്തെ സ്റ്റേറ്റ് വിട്ട് കഴിഞ്ഞാൽ മനുഷ്യജീവനൊരു വില ഇല്ല എന്നുള്ളൊരു ഇതാണ്. ഒരു ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും വണ്ടി അപ്പുറത്തോട്ട് തിരിച്ചു പോകുക എന്നിട്ട്. പക്ഷെ മലയാളികൾ അങ്ങനെയല്ല. മലയാളികൾ ഏത് തന്നെ ഒരു എന്ത് തരം വർഗീയത ഉണ്ടെങ്കിലോ എന്ത് ഇതുണ്ടെങ്കിലോ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ നമ്മൾ മലയാളി ശ്രമിക്കാറുള്ളൂ. എങ്ങനെയായാലും
പക്ഷെ അതവിടെ നടന്നിട്ടില്ല. ബൈജു, KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഈ അർജുനെ കുറിച്ച് നല്ലത് മാത്രം പറയുന്ന നാട്ടുകാർ അവൻ തിരികെ എത്തുമെന്ന് ഇപ്പോഴും അവർ പ്രതീക്ഷ പങ്കുവെക്കുന്നു. അതല്ലെങ്കിൽ അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നു. എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അർജുനെ ഉടൻ തന്നെ കണ്ടെത്തണമെന്ന്. പലപ്പോഴും നമ്മുടെ ഈ യൂട്യൂബിന്റെയും ഫേസ്ബുക്കിന്റെ കമന്റ് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. ഇപ്പോഴും നിരവധി ആളുകളാണ് അർജുന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അർജുനെ കണ്ടെത്തണമെന്ന പ്രാർത്ഥനാവശ്യവുമായി ഇങ്ങനെ നിൽക്കുന്നത്. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ? എന്താണ്? അർജുന്റെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ശിരൂരിലുണ്ടോ? നേരത്തെ കോഴിക്കോട് നിന്നുള്ള രക്ഷാദൗത്യം അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരിപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ ബൈജു? ടോമേ, തീർച്ചയായും സുഹൃത്തുക്കൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഒരു അത്താണിയാണ് ഇത്തരത്തിൽ അർജുൻ. അത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വീട്ടുകളിലെയും ഒരു അംഗം പോലെയാണ് അർജുൻ. ഏതായാലും ബന്ധു ജിതിൻ ഇവിടെയുണ്ട്, അനുജൻ അഭിജിത്ത് ഉണ്ട്. അത്തരത്തിൽ ചുരുക്കം ചില ബന്ധുക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. വലിയ നിരാശയാണ് അവരുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം ജിതിൻ്റെ ഒരു വാക്കായിരുന്നു. ജിതിൻ പറഞ്ഞത് അനുജന് വേണ്ടി ഇത്തരത്തിൽ ഈ ഒരു രക്തസാക്ഷിയാവുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ ഈ സാഹസികമായതിലേക്ക് ഇറക്കുന്ന അത്തരത്തിൽ ഒരു തെരച്ചിൽ ചെയ്യേണ്ട എന്ന രീതിയിലൊക്കെ ആ വലിയ വൈകാരികമായിരുന്നു ആ ജിതിൻ സംസാരിച്ചത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. ഇനി ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതാണ് വലിയ ആശങ്കയുള്ളത്. ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിന് എത്രത്തോളം സമ്മർദ്ദം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും. ഈ മുഹമ്മദ് റിയാസ് ഇപ്പോൾ നടത്തുന്ന ചർച്ച അതിൽ നിർണായകമാണ്. അതുമാത്രമല്ല, ഐപോഡ് ഉപയോഗിച്ചുള്ള ആ ഡ്രോൺ പരിശോധനയിലുണ്ടായ പുതിയ വിവരങ്ങൾ വരാനുണ്ട്. അതും നിർണായകമാണ്. വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുക. ഏതായാലും നിലവിൽ ഈ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. ടോം. ബൈജു, ഈ നേരത്തെ നമ്മുടെ ഈ കോഴിക്കോട് നിന്നുള്ള സംഘം അടക്കം അവിടെ ഉണ്ടായിരുന്നല്ലോ, രക്ഷാസംഘം, രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടി കോഴിക്കോട് നിന്ന് നിരവധി ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവർക്കിപ്പോഴും പ്രതീക്ഷയുണ്ടോ? അവരും ഈ സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ പരിസരത്തുണ്ട്. പ്രധാനമായി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഇപ്പോഴും ആർക്കും പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകരെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ അകത്ത് കടത്തിവിട്ടത്. ഇപ്പോൾ എല്ലാവരെയും പുറത്തു തന്നെ ആ ഭാഗത്ത് ആരെയും ഇപ്പോൾ കയറ്റിവിടുന്നില്ല. തെരച്ചിലിനെ അത് ബാധിക്കും ഉള്ളതുകൊണ്ട് നേരത്തെ രക്ഷാപ്രവർത്തകരായും സുഹൃത്തുക്കളുമായും ഒക്കെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്. അതുമാത്രമല്ല, ഈ ലോറി ഡ്രൈവേഴ്സ് അസോസിയേഷൻ, അത്തരത്തിൽ നിരവധി സംഘടനാ പ്രവർത്തകരുണ്ട്. നിരവധി ആളുകൾ ഓരോ ദിവസം കഴിയുന്നവരും ഈ ശിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്നാണ് അർജുനെ കണ്ടെത്താൻ പറ്റുക? വലിയ നിരാശ പലരുടെയും മുഖത്ത് കാണാമായിരുന്നു. ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. എന്തായാലും ഈ വൈകിട്ട് നടക്കുന്ന വാർത്താ സമ്മേളനമാണ് ഇന്ന് വളരെ പ്രധാനം. ആ വാർത്താ സമ്മേളനത്തിൽ എന്ത് വിവരങ്ങളാണ് നൽകുന്നത്? അതല്ല തിരച്ചിൽ നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ടോ? കാരണം കാലാവസ്ഥ അത്രത്തോളം പ്രതികൂലമാണ്. നിലവിലെ സാഹചര്യത്തിൽ പുഴയിലെ അടിത്തട്ടിലിറങ്ങി പരിശോധന സാധ്യമല്ല. ഏതെങ്കിലും തരത്തിൽ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടോ? അത് അർജുന്റെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. ഏതായാലും അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. വൈകിട്ട് ആ വാർത്താ സമ്മേളനം വളരെ നിർണായകമായിരിക്കും. ടോം.